നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ പൊൽപ്പുള്ളി കുളുപ്പറമ്പ് എന്ന ഒരു മനോഹരമായ ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 20-ൽ പരം വർഷത്തെ സിദ്ധവൈദ്യ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം. പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സിദ്ധവൈദ്യനും അതുപോലെ തന്നെ ഷിർദിസായി സിദ്ധവൈദ്യാശ്രമത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂടിയായിട്ടുള്ള ശ്രീ സേതുമാധവൻ സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. വിരുന്നിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോടായിട്ട് അദ്ദേഹം ഒരു അല്പസമയം പങ്കുവെക്കും. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ സേതുമാധവൻ വൈദ്യരുടെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. സേതുമാധവൻ സാർ, ആദ്യം തന്നെ ഈ ഒരു സിദ്ധവൈദ്യ മേഖലയിൽ താങ്കൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യനായി മാറിയിരിക്കുകയാണ്. താങ്കൾ തേടിയെത്തുന്ന ചികിത്സകർ അല്ലെങ്കിൽ രോഗികൾ അവർ വളരെയധികം സന്തുഷ്ടരായിട്ട് താങ്കളുടെ ചികിത്സ നേടി ഇവിടുന്ന് തിരികെ പോകുന്നുണ്ട്. ഏകദേശം 20-ൽ പരം വർഷത്തെ ഒരു ചികിത്സാ പാരമ്പര്യം താങ്കൾക്കുണ്ട്. ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ ആ ഒരു തുടക്കം, ആദ്യകാല ഓർമ്മകളെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാം. സത്യത്തിൽ ചെറുപ്പകാലത്ത് അച്ഛൻ ചെയ്തിരുന്നത് കൊണ്ട് അച്ഛൻ്റെ പാത സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. പക്ഷേ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ്ലി അച്ഛൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അച്ഛൻ്റെ ശിക്ഷണമോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അറിവോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, ഒരു ജീൻ ഉണ്ടാവുമല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതനുസരിച്ച് പല മേഖലകളിലും പയറ്റി തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ സിദ്ധവൈദ്യത്തെക്കുറിച്ചുള്ള ഒരു ഇതുണ്ടായത്. അങ്ങനെ സിദ്ധവൈദ്യം പഠിക്കാനുണ്ട്. തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. തഞ്ചാവൂരാണ് മെയിനായിട്ട് പഠിച്ചത്. തഞ്ചാവൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. തഞ്ചാവൂരിൽ നിന്ന് പഠിച്ചു. പിന്നെ കുറേ കാലം ഒന്നും ചികിത്സ ചെയ്യാതിരുന്നത്, കാരണം പഠിച്ചിട്ടും വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികം വല്ല ഫ്രണ്ട്സുകളോ റിലേറ്റീവ്സോ എന്തെങ്കിലും അസുഖം പറയുമ്പോൾ നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന് ചെയ്താൽ മതി, ചെയ്തോളാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ യാദൃശ്യമായിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി, അവരൊരു ടീച്ചറായിരുന്നു, ക്ലാര എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ യാദൃശ്യമായി എന്നെ കോൺടാക്ട് ചെയ്തു. അവർക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്നെ എങ്ങനെ അവർക്ക് അറിയാമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് അവർ വിളിച്ച് പറഞ്ഞു, എനിക്ക് PCOD പ്രോബ്ലം ഉണ്ട്, അത് ഡോക്ടർ പറഞ്ഞു ഓവറി എടുത്ത് കളയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എങ്ങനെ കേട്ടൊന്നും അറിയില്ല, താങ്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എനിക്ക് മരുന്ന് തരണം, എങ്ങനെ ഇത് ചെയ്യുന്നു. ഞാനങ്ങനെ മരുന്നൊന്നും ഉണ്ടാക്കാറില്ല, കൊടുക്കാറുമില്ല. മരുന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം, ഞങ്ങൾ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ല, ഞങ്ങൾക്കത് ബാംഗ്ലൂർ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് സാറെന്നെ ചെയ്ത് തന്നാൽ മതി. ആയിക്കോട്ടെ എന്നാൽ ഞാൻ മരുന്നുണ്ടാക്കി കൊടുത്തു. ഫസ്റ്റ് മെഡിസിൻ അതാണ് PCOD. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർഫുൾ ആയിരുന്നു. കാരണം ഇപ്പോഴും സ്റ്റിൽ ഏറ്റവും കൂടുതൽ അത് എന്താ പറയുക, ഞാൻ ചികിത്സിക്കുന്ന PCODക്ക് വേണ്ടിയിട്ടാണ്. ഒരു മോണോപോളി ഇതായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഈ വഴിയിലേക്ക് ഇറക്കി തിരിച്ച് ആ ഒരു ഇതിൽ. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, ഇതുവരെ അറിയില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാമെന്നാണ്. അങ്ങനെ ഉണ്ടാക്കി മരുന്ന് കൊടുത്തു. അവരോട് ഞാൻ പറഞ്ഞ 2 കോഴ്സ് മരുന്നാണ്. ഞാനത് 2 കോഴ്സ്, ഒരു കോഴ്സ് എന്ന് വെച്ചാൽ 48 ഡേയ്സാണ്. അപ്പോൾ എത്ര വലുതാണെങ്കിലും PCODയുടെ ഗ്രോത്ത് എത്രയാണെങ്കിലും 2 കോഴ്സ് മെഡിസിൻ കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ 2 കോഴ്സ് മെഡിസിൻ കഴിക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കോഴ്സ് കൂടി എടുത്താൽ മതി, മിക്കവാറും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ 2 കോഴ്സ് മെഡിസിൻ എടുത്തു. ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഹാപ്പി ആയിരുന്നു. അവർക്ക് പീരിയഡ്സൊക്കെ റെഗുലറാകാൻ തുടങ്ങി. അവർക്ക് വേദനകൾ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ കോഴ്സും കഴിഞ്ഞിട്ട് അവർ പോയി ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, കംപ്ലീറ്റ് വാനിഷ് ആയി പോയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ അതിശയിച്ച് എങ്ങനെയാണ് ഞങ്ങൾക്കിത്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കേരളത്തിലൊരു സിദ്ധവൈദ്യൻ്റെ അടുത്ത് നിന്നാണ് മരുന്ന് കഴിച്ചത്. അപ്പോൾ അവർ മുഖാന്തരം ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അതിപ്പോൾ ഈ PCOD മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവൻ പോകുന്നുണ്ട്. പലരും പല ഇത് വന്നിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ UK യിലും US യിലും ഒക്കെ പോകുന്നുണ്ട്.
അങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും അപ്പം ഞാൻ നേരത്തെ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ സായി ഭക്തന്മാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് ഒരു ബാബട അമ്പലം പണിയണം. അമ്പലം പണിയപ്പോൾ അതിനത് നമുക്ക് ഫ്രീ, അവർ ഹൈലി വെൽത്തി പീപ്പിൾസാണ്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റും. അവർ സ്വന്തമായിട്ട് ട്രസ്റ്റ്മെൻറ്റൊക്കെ. അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് മെഡിസിനും വൈദ്യമൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ആൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുകയും ചെയ്തു, MD പറയുകയും ചെയ്തു സേതുവിനെ അറിയാമല്ലോ, സേതുവിനെ അതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രാക്കി മാറ്റി. അത് വെച്ചില്ല അങ്ങനെ അത് ചെയ്തു. അപ്പം അമ്പലം പണിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പക്ഷേ എന്തൊക്കെ അതുകൊണ്ട് നടന്നില്ല. പക്ഷെ അതൊരു നിമിത്തമായിരുന്നു മാത്രം. ഞാൻ അതിൻ്റെ പുറകെ പിന്നീട് കംപ്ലീറ്റ് വൈദ്യത്തിൻ്റെ പുറകെ തന്നെ പോയി മറ്റൊരു ജോലിക്ക് പോവാതെ വൈദ്യം തന്നെ ആയിട്ട് അപ്പം അത് നമ്മൾ ഫുൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് വേറെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അറിവുള്ളവരായി മാറും. അപ്പം അങ്ങനെ പൂർണ്ണമായി ഞാൻ ഇതിലേക്ക് തന്നെ വന്നു. പല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന രോഗികളാരും നിരാശപ്പെട്ടു പോയിട്ടില്ല ഇതുവരെ. ഏത് അസുഖമാണെങ്കിലും എല്ലാറ്റിനും. ഇപ്പോൾ സ്റ്റാർട്ടിങ് PCOD-യിലാണെങ്കിലും ചില ക്യാൻസർ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാരാലിസിസ്, പാർക്കിൻസൺ വന്നിട്ടുള്ള രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിചാരിക്കുന്നതെല്ലാം എൻ്റെ ബാബയുടെ ഷിതി ബാബയുടെ അനുഗ്രഹമാണെന്നുള്ളത് തന്നെയാണ്. വൈദ്യർ അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ പ്രോഗ്രാം കാണുന്ന നിരവധി ആൾക്കാർ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ സിദ്ധ വൈദ്യത്തിൽ ബ്ലഡ് കൗണ്ടുകളുടെ നിലവാരം അല്ലെങ്കിൽ അവരുടെ ഏറ്റക്കുറച്ചിലുകൾ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് സിദ്ധവൈദ്യത്തിൽ എത്രമാത്രം ലഭ്യമാണ്? താങ്കൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ചെയ്യാറുണ്ട്. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതൽ പൊതുവേ എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനും കുറയാനും പല കാരണങ്ങളുണ്ട്. അല്ല ഏറ്റവും വലുത് HB ലോസാണ്. HB ലോസെല്ലാം അതിനും കാരണങ്ങളുണ്ട്. ഇപ്പോൾ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ HB കുറയും. ഇപ്പം ഇന്നത്തെ കാലത്ത് ഷുഗർ രോഗികളല്ലാത്തവരാരുമില്ല, എല്ലാവരും ഷുഗർ രോഗികളാണ്. അതങ്ങനെ ഒരാക്കി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഭക്ഷണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു ഷുഗർ രോഗി സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചാൽ സ്വാഭാവികമായും ആൾക്ക് ക്രിയാറ്റിൻ കൂടും. ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ HB കുറയും. HB വളരെ കുറയുമ്പോൾ പ്ലേറ്റ്ലെറ്റും കുറയും. പ്ലേറ്റിൽ കുറയും, WBC കുറയും, മറ്റുള്ള പല കാരണം. അപ്പോൾ വെച്ചാൽ അതിന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ HB കൂട്ടണം. അതിനനുസരിച്ച് പ്ലേറ്റ്ലെറ്റും ഇത് ചെയ്യണം. അതിനുള്ള മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുന്നത് കൊടുക്കുന്നുണ്ട്. ഈ സിദ്ധ വൈദ്യം കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾക്ക്, അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു 100-99% രോഗികൾക്ക് വളരെ സക്സസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്. ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ താങ്കൾക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ താങ്കൾ ഇന്നും ഓർത്തിരിക്കുന്ന ഞാനൊരു ചികിത്സകനാണ് അല്ലെങ്കിൽ ഒരു വൈദ്യനാണ് എന്ന് മനസ്സിൽ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങൾ ചികിത്സാ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലിലും പോയിട്ട് സർജറി വേണം എന്ന് നിർബന്ധമായും പറഞ്ഞ് സർജറി ഇല്ലാതെ ഇരുന്ന് എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ സർജറി ഇല്ലാതെ എടുത്ത് നടത്തിയിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ, നമുക്ക് അതാണല്ലോ ഏറ്റവും ഇത്. ഇപ്പോൾ വയസ്സായവരെയൊക്കെ നമുക്ക് ഇതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു 10-24 വയസ്സേ ആയിട്ടുള്ളൂ. ഇവിടെ അടുത്താണ് പാലക്കാട് തന്നെ ശേഖരപുരം എന്നുള്ള സ്ഥലത്ത്. പുള്ളി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് പുള്ളി ഗോവയിൽ വർക്ക് ചെയ്യുന്നു. ഗോവയിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ ഇൻസ്പെക്ഷൻ എന്തോ വന്നപ്പോൾ ഒരു വെയിറ്റുള്ള സാധനം തൂക്കി ഡിസ്ക് പ്രൊലാപ്സായി. അവർ എഴുന്നേറ്റ് നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി. അവർ പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്തത് സർജറിയാണ്. പോയ എല്ലാ ഹോസ്പിറ്റലും പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ സർജറി അല്ലാതെ വേറെ നിവർത്തില്ല, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദന സഹിച്ച് നടക്കണം. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആക്ച്വലി അതെല്ലാം കഴിഞ്ഞ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എന്നെ വേറൊരു കാര്യത്തിന് എന്നെ തേടി വന്നത്, ഞാൻ വൈദ്യനാണെന്ന് അറിഞ്ഞു വന്നല്ല, അല്ലാതെ വന്ന അവൻ ഇപ്പോൾ ആ മേഖല വിട്ട്, ഹോട്ടൽ മേഖല വിട്ടിട്ട് ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് വന്നു. അപ്പോൾ കിയ വെഹിക്കിളിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു കിയ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പം ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പം ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ നൊണ്ടിയിട്ടാണ് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചില എന്താണെന്ന് വെച്ചില്ല ഇടുപ്പ് വേദനയാണ്, മൈൻഡാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു,
അപ്പോഴാണ് അവൻ പറയുന്നത്, അവൻ്റെ കൂടെ വന്നതാണ് എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്ന് എല്ലാവരും സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എന്താണെന്നുള്ളത് അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സർജറി ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എൻ്റെ അടുത്ത് വന്നിട്ട്. എമൗണ്ടിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, തനിക്ക് ഭേദമായാൽ മാത്രം പൈസ തന്നാൽ മതി, അല്ലെങ്കിൽ ചിലവാക്കുന്ന പൈസ എത്ര ഞാൻ തിരിച്ചു തരാം, ഡബിളായിട്ട് തിരിച്ചു തരാം. കാരണം അവർക്ക് ഒരു പുച്ഛമായിരുന്നു ഞാനിത് പറഞ്ഞപ്പോൾ. കാരണം സർജറി പറഞ്ഞ ഒരു വ്യക്തിയോട് ഒരു ഇതിൽ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ചെറുപ്പക്കാരല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ആ ഒരു അതെ അതെ എന്നുള്ളതന്നെ. അപ്പോൾ എല്ലാവരും അതെ. അപ്പം അപ്പോഴും 4 വർഷത്തോളമായിട്ട് അവൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിൽ അവന് നടക്കാൻ പറ്റില്ല. ഈ വണ്ടിയിൽ തന്നെ ഡ്രൈവിങ് അധിക ദൂരം പോകാൻ പറ്റില്ല, ഇവന് സ്വന്തം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വേണമെന്നൊരു ഒരു കാര്യം ചെയ്യും, ഞാനൊരു എണ്ണ തരാം, ഈ എണ്ണ കൊണ്ടുപോയിട്ട് തടവിയിട്ട് 2 ദിവസം നോക്കുക, വേദന കുറവുണ്ടെങ്കിൽ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വന്നോ, ഇല്ലെങ്കിൽ വരണ്ട എന്നും പറഞ്ഞ് വിട്ടു. ഇത് ബുക്ക് ചെയ്യുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു, സാറേ എനിക്ക് നല്ല വേദന കുറവുണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റിന് വരികയാണ്. അങ്ങനെ വന്നു. അപ്പോൾ 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ട് അവൻ ഇവിടെ നിന്ന് പട്ടാമ്പി വരെ ബുള്ളറ്റിൽ പോയി ഒറ്റയ്ക്ക്. കാരണം കാറിൽ പോലും വരാൻ പറ്റാത്ത ആളാണ്, പട്ടാമ്പി വരെ അവൻ ബുള്ളറ്റിൽ പോയി. അന്ന് ആ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. എന്നിട്ട് അപ്പം പട്ടാമ്പിയിൽ നിന്ന് വിളിച്ച് പറയുന്നത്, സാറേ എനിക്കിപ്പോൾ ഒരു വേദനയില്ല, ഞാൻ എത്രയും ദൂരം വന്നു, എനിക്ക് ഇങ്ങനെ ജെർക്ക് ചെയ്തിട്ട് എനിക്കൊന്നും പ്രശ്നമില്ല, എനിക്ക് എങ്ങനെ വളയാനും നിവരാനും പറ്റുന്നുണ്ട് എന്ന്. അങ്ങനെ ഇപ്പോൾ UK-ലാണ്. അതൊരു സന്തോഷം. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിന് ആ പയ്യൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഇഷ്ടം പോലെ പേഷ്യൻസ് ഈ സെയിം കേസുകൾ. അതിനുശേഷം പറയുകയാണെന്ന് വെച്ചാൽ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ വലിയൊരു ഇതാണ്. ഇപ്പം നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുകയാണെങ്കിൽ, ഈ സിദ്ധ വൈദ്യത്തിലും അതുപോലെ സിദ്ധ ചികിത്സയിലുമൊക്കെ അവരുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗമാണല്ലോ നമ്മുടെ സിദ്ധ ചികിത്സയിലുള്ളത്. അപ്പം ആ ഒരു ചികിത്സയുടെ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചും നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോടായിട്ട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? സത്യത്തിൽ സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഒരു ഡിവോഷണലാണ്, പൂർണ്ണമായും ഡിവോഷനാണ്. ഡിവോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. ചെയ്യുന്നവരും അതുപോലെ തന്നെ രോഗികൾക്കും വിശ്വാസം വേണം അതിനകത്ത്. കാരണം എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ ഒരിക്കലും രോഗം പറയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവർ പറയുന്ന രോഗമായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. ഞാൻ നാടി പിടിച്ച് നോക്കിയിട്ട് അവർക്ക് ഇന്ന രോഗങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഇന്ന സംഭവം ഉണ്ടെന്നിങ്ങനെ അറിയാം. അങ്ങനെയാണ് ഞാൻ രോഗം കണ്ടുപിടിക്കുന്നത്. എന്നോട് ഒരിക്കലും അതേപോലെ തന്നെ ടെസ്റ്റിനോ റിപ്പോർട്ടിനോ ഒന്നും ഞാൻ ഇതാക്കില്ല. കാരണം അവർ എല്ലാവരും ചില ഓരോ കെട്ടുകണക്കിനായിരിക്കും ടെസ്റ്റ് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ കൊണ്ടുവരും. അവരോട് ഞാൻ പറയാം, അത് ഞാൻ പിന്നെ നോക്കാം, അത് ഞാൻ നിങ്ങളെ പരിശോധിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നാടി പിടിച്ച് നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അതിശയമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. പ്രത്യേകിച്ച് ഓവറുടെ കാര്യമൊക്കെ PCOD ഉള്ളത്, PCOS ഉള്ളത്, തൈറോയിഡ് ഉള്ളത്, തൈറോയിഡിനൊക്കെ ടെസ്റ്റ് ചെയ്യാതെ ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിശയമാണ്. ഇന്നൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് ഈ ടെസ്റ്റും ഇതൊക്കെ വന്നിട്ട് ഒരു 100-150 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഏറ്റവും പ്രാബല്യത്തിലെത്തിയിട്ട് 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു ഇങ്ങനെ നാടി പിടിച്ചിട്ട് തന്നെ എല്ലാവരും നോക്കിയിരുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. വളരെ സക്സസ് ആണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ചികിത്സാ ലൈഫിലെ ആ ഒരു സക്സസും ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ ഈ സിദ്ധ വൈദ്യത്തിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ, അത് നമ്മുടെ ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ ഒറ്റമൂലി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ശൈലിയിലുള്ള മെഡിസിൻസ് ആണോ, അതോ ഇതിനുള്ള മറ്റുള്ള രീതികൾ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സത്യത്തിൽ സിദ്ധ മെഡിസിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഭസ്മസിന്ദൂരങ്ങൾ അതുപോലുള്ള മെർക്കുറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ അത് പലപ്പോഴും പലർക്കും അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിൻ്റെ അളവ് തൂക്കങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു
അരിമണി തൂക്കം അല്ലെങ്കിൽ ഒരു മുളക് തൂക്കം എന്നൊക്കെ പറയുമ്പോൾ അത് എടുക്കാനും അത് ഉപയോഗിക്കാനുള്ള ഇത്. പിന്നെ അതിൻ്റെ അതിൽ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നിൻ്റെ തേന് വേണം, അല്ലെങ്കിൽ നെയ്യ് വേണം, അങ്ങനെയുള്ള അത്. ഇതെല്ലാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര അത് ക്ലിയർ അല്ല, അവരത് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കണ്ടേ, ഏത് പാത്രത്തിലിട്ടിട്ടാ അല്ലെങ്കിൽ ഏത് ത്രാസിലിട്ടിട്ടാണ് ഞാൻ 1 മണി തൂക്കം തൂക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അതെ. പിന്നെ എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോൾ ക്യാപ്സൂൾ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കമ്പനികളാണ് അത് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പനി മരുന്നുകളോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമ്മളൊരു വൈദ്യനായിട്ടുണ്ടാക്കുന്ന സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കരുതുന്നതും അത് തന്നെയാണ് അതിൻ്റെ വിശ്വാസം. കാരണം നമുക്കറിയാം അതിനകത്ത് എന്താ ചേർത്തിട്ടുള്ളതെന്ന്. കമ്പനി മരുന്നിൽ എന്ത് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പാക്ക് ചെയ്ത് നമ്മൾ ആ പാക്കിങ് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് എന്താണെന്നുള്ളത് പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും അതെന്തായിരിക്കും എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എല്ലാം ഇതിപ്പോൾ പൗഡർ ഫോമിലാണ് ഉണ്ടാക്കുന്നത്. ഏത് മരുന്നാണെങ്കിലും പൗഡർ ഫോമിലാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. ഞാൻ വൈഫാണ് എനിക്ക് അതിന് ഇത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കൊണ്ടുവരും, അവരത് ചെയ്തു തരുന്നത്. ഇപ്പോൾ എണ്ണയായാലും തൈലമായാലും നമുക്ക് കഷായങ്ങളും അരിഷ്ടങ്ങളും ഒന്നും ഇല്ല, ലേഹ്യങ്ങളും ഇല്ല. നമ്മുടെ സിദ്ധ ചികിത്സയിൽ നമ്മളത് ചെയ്യുന്നില്ല. പൊതുവേ സിദ്ധ ചികിത്സയിലെ അരിഷ്ടങ്ങളും കഷായങ്ങളൊക്കെ വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ സിദ്ധ ചികിത്സയിൽ ഒരുപാട് മരുന്നുകളുടെ ആവശ്യവുമില്ല. ഇല്ല, അത് വളരെ ചെറുതായുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മളത്. ഈ ചികിത്സയിൽ ഇപ്പോൾ ഞാൻ ഒന്ന് കടന്നു കയറി ചോദിക്കുകയാണെന്ന് കരുതരുത്, ഈ സിദ്ധ ചികിത്സയിലുള്ള പഥ്യക്രമീകരണങ്ങൾ വല്ലതുണ്ടോ? പഥ്യക്രമീകരണങ്ങളുണ്ട്, പക്ഷെ അത് ഓവറായിട്ടുള്ള പഥ്യങ്ങളൊന്നുമില്ല. ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ എന്താ വെച്ചാൽ നമുക്ക് ഒരു ബേസിക് റൂൾസ് ഉണ്ട് അതിന്. സിദ്ധയിൽ നല്ല പൊതുവേ ആയുർവേദത്തിലായാലും സിദ്ധയിലായാലും അലോപ്പതിയിലായാലും ഒരു ബേസിക് റൂൾസ് ഉണ്ട്. പക്ഷെ ആ ബേസിക് റൂൾസ് ആരും തന്നെ ഫോളോ ചെയ്യുന്നില്ല. അതൊരു ഒരു പാട്ട് പോലെയാണ് അത് വരുന്നത്. ദിനമിരണ്ട്, വാരമിരണ്ട്, മാതമിരണ്ട്, വർഷമിരണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദിനമിരണ്ട്, ദിവസം 2 തവണ. ദിവസം 2 തവണ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യണം എന്നുള്ളതാണ് കമ്പൽസറി, കാലത്തും വൈകിട്ടും. അല്ലാതെ ഒരേ സമയത്ത് രാവിലെ തന്നെ 3-4 തവണ പോകുന്നതല്ല. അത് രോഗികളാണ്. സ്ഥിരമായിട്ട് കാലത്തും വൈകിട്ടും ഒരു നിശ്ചിത സമയത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് അത് ഇതാണ്, ആരോഗ്യമുള്ളതിൻ്റെ ഒരു ഇതാണ്. വാരമിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം എണ്ണ തേച്ച് കുളിക്കുക, കമ്പൽസറി എണ്ണ തേച്ച് കുളിക്കണം. അത് പലർക്കും ഇതുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ദിവസങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. ചൊവ്വ, വെള്ളി, ബുധൻ, ശനി അങ്ങനെയുള്ള ദിവസം എടുത്തോളും. അത് മാസമിരണ്ട്. മാസമിരണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 2 തവണ മാത്രമേ ഇന്റർകോഴ്സ് ചെയ്യാൻ പാടുള്ളൂ. 2 പ്രാവശ്യം. അതിന് അതിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഇന്റർകോഴ്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത അല്ലെങ്കിൽ പിന്നെ പട്ടികൾക്ക് തുല്യമായിരിക്കും. അപ്പം അതല്ല, അതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം ഏതാണുള്ളത് ഹെൽത്തി ആവുള്ളതാണ്. വർഷമിരണ്ട്, 6 മാസത്തിലേക്ക് വയറിളക്കണം. നിസാരമാണ് കാര്യം. ദിനമിരണ്ട്, വാരമിരണ്ട്, മാതമിരണ്ട്, വർഷമിരണ്ട്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും യോഗ്യാവില്ല എന്നുള്ളതാണ്. ഒരു ദിനചര്യയാണ്. നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നവരെ അവർക്ക് രോഗങ്ങൾ വരില്ല. അതാണ് നമുക്ക് 2 തവണ കാലത്തും വൈകിട്ടും നമുക്ക് യഥാർത്ഥത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു രോഗമില്ലാതെ അർത്ഥം വരില്ല. രോഗമുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ വരില്ല, ഉണ്ടാവില്ല. രോഗമില്ലാത്ത ആളൊക്കെ മര്യാദയ്ക്ക് പോകുള്ളൂ. ദിവസം ആഴ്ചയിൽ 2 തവണ എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ തേച്ച് കുളിക്കാൻ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഇന്ന് ആരും തന്നെ എണ്ണ തേക്കുന്നത്, തലയ്ക്ക് പോലും എണ്ണ തേക്കുന്നത്, പിന്നെ ശരീരത്തിൽ തന്നെ തേക്കുന്നത്. അതെ. ഇപ്പോൾ നമ്മുടെ സെന്ററിലേക്ക് നമ്മുടെ സിദ്ധ വൈദ്യശാലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന രോഗികൾ അധികവും ഏതൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്? എല്ലാത്തരം രോഗികളും വരുന്നുണ്ട്. ചില എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PCOD, പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ടുള്ളത്, വാദസംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ അങ്ങനെയുള്ള, പിന്നെ ഇത് ക്രിയാറ്റിൻ കുറഞ്ഞ് വരുന്ന ഷുഗർ രോഗികൾ, പ്രത്യേകിച്ച് ക്രിയാറ്റിൻ കുറഞ്ഞിട്ടുള്ളവർ. നമ്മൾ സത്യത്തിൽ കേരളത്തിൽ ഞാൻ മാത്രമേ ക്രിയാറ്റിൻ കുറഞ്ഞു വരുന്നവർക്കുള്ള ചികിത്സ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് പൂർണ്ണമായ തോതിൽ എത്തിപ്പെടാം.
അത് success എല്ലാവരും ക്രിയേറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ക്രിയേറ്റിംഗ് കുറയുന്നത് എൻ്റെ മരുന്ന് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസം. നല്ല റിസൾട്ടും ഉണ്ട്. ഇഷ്ടംപോലെ എന്താ പറയുക പേഷ്യൻസ് അല്ലേ എന്താ അനുഭവങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ചില സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല സോറിയാസിന്റെ പ്രത്യേകതരം ചികിത്സ ചെയ്യുന്നുണ്ട്. വേണ്ടുണ്ട് എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട്. പിന്നെ BP, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ പൊതുവെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ അതിന് മരുന്ന് കൊടുക്കാറില്ല. നമ്മളല്ലാതെ തന്നെ അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റെഗുലറായിട്ട് വരുന്നത് വെച്ചാൽ ഹൈ BP ഒക്കെ ഫാറ്റി ലിവർ ഇപ്പോൾ ഒരു ഫാറ്റി ലിവറും PCODയും ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആണ്. ഒരു 90% സ്ത്രീകൾക്കും PCOD അല്ലെങ്കിൽ PCOS രണ്ടിലേതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അത് ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടാണ് ഇത് വരുന്നത് മെയിനായിട്ട്. അത് പക്ഷെ അത് ആരും ഹോർമോൺ ഇൻബാലൻസ് അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം പണ്ടത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ മെച്ചൂർഡ് ആവുന്നത് ഒരു 13, 14, 15 ആ പ്രായത്തിൽ ആ ടൈമിലായിരിക്കും മെച്ചൂർഡ് ആവുന്നത്. പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ 7 വയസ്സിൽ 7-8 വയസ്സിൽ. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ല വീപ്പക്കുറ്റി പോലെ ഉണ്ടാവും. ഒരു ഇതുമില്ല. എന്താ വെച്ചാൽ ഇവർ കഴിക്കുന്ന ബ്രോയിലർ ചിക്കൻ കുത്തിവെക്കുന്ന ഹോർമോണാണ് ശരീരത്തിലേക്ക് ഇത്രയും ഇത്. എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 വയസ്സായ കുട്ടിക്ക് മെച്ചൂർഡായിട്ട് എന്താ അവർക്കൊന്നും അറിയില്ല. അവരുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ ഒരു വിവരമില്ല, ആയിട്ടില്ല. അത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുന്നത്. എന്താ പറയുക, കാരണം ഈ ഒന്നും അറിവില്ല. 7 വയസ്സായ കുട്ടികൾക്ക് ചില ഓവർ ഹോർമോൺ ഇതുകൊണ്ട് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാവും. ബുദ്ധിക്ക് മാറ്റമില്ല, ബുദ്ധി വളർച്ച എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളാണ്, അവർക്കത് എന്താണെന്ന് പോലും അറിയില്ല. അതിനെയാണ് പലരും ചൂഷണം ചെയ്യുന്നത്. അതെല്ലാം ഒരു ജീവിതശൈലിയുടെ ഇതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആൺകുട്ടികളായാലും ഇപ്പോൾ ഒരു 14-15 വയസ്സായ കുട്ടികളെന്ന് വെച്ചാൽ അവരുടെ വേ ഓഫ് തോട്ട്സ് വേറെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണമാണ്. കാരണം നമ്മൾ പണ്ടുള്ളവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തം കൃഷിയിടത്തു നിന്ന് കിട്ടുന്ന ഇതൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പോൾ ഉള്ളവരെല്ലാം ഈ ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് തന്നെ. ആരും തന്നെ വീട്ടിലുണ്ടാക്കുന്നത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ ഇന്ന് വേണ്ട, നാളെ നമുക്ക് ആ ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം വൈദ്യരെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും സാധിക്കും. തീർച്ചയായിട്ടും വൈദ്യർ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാകാൻ പോകുന്നു. താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിജയത്തിലൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ താങ്കളുടെ ഈ ഒരു വിജയത്തിൽ തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും വളരെ കുടുംബം താങ്കളുടെ ഈ ഒരു ലൈഫിൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കുടുംബ വിശേഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത് ആ ഒരു വിശേഷങ്ങൾ? തീർച്ചയായും എനിക്ക് മരുന്നുണ്ടാക്കാനും മറ്റുള്ള ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ മകളും ഹെൽപ്പ് ചെയ്യണം. അവിടെ മകളിവിടെ ഉള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മകൻ ഷാർജയിലാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. വളരെ സന്തോഷകരമായിരുന്നു. അവർ പൂർണ്ണ സപ്പോർട്ടാണ്. താങ്കളുടെ ഫാമിലിയുടെ സപ്പോർട്ട് താങ്കൾക്ക് വളരെ വലിയ മികച്ച അല്ലെങ്കിൽ ഒരു വിലപ്പെട്ട ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇനിയുള്ള താങ്കളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, നമ്മുടെ ഈ ഒരു സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, താങ്കളുടെ ഈ ഒരു സിദ്ധ ചികിത്സാ മേഖല, താങ്കളുടെ ലക്ഷ്യം ഏത് മേഖലയിലേക്ക് എത്തണം, എവിടേക്ക് എത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കൂടി ഇത് മുന്നോട്ട് പോകണം, എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്നല്ല, ആദ്യം മുതൽ തന്നെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ഒരു ഹോസ്പിറ്റൽ പോലെ ഇത് ചെയ്തിട്ട് പരമാവധി ജനങ്ങൾക്ക് നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുക വെച്ചാൽ അത്രയും നല്ലത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ചികിത്സാ ചെലവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഭീമമായ തുകകളാണ് പല മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊരു സെൻറ്റർ തുടങ്ങി അതിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം
ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന് ഷിർദി സായി സിദ്ധവൈദ്യ ആശ്രമം എന്നുള്ള പേര് തന്നെ വെച്ചിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ വെച്ചാൽ നമുക്ക് ഭാവിയിലൊരു അമ്പലവും അതിന് ബാവള അമ്പലവും അതിനോടനുബന്ധിച്ച് ചികിത്സാ രീതികളും ചികിത്സയൊക്കെ ചെയ്യാന്നുള്ള ഹോസ്പിറ്റൽ പോലെ ചെയ്യാം അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അതാണ് പ്ലാനിലാണ് ഉള്ളത്. വളരെയധികം സന്തോഷം സാർ. താങ്കളുടെ ഈ ഒരു ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് രോഗികൾക്ക് താങ്കളുടെ ചികിത്സ കൊണ്ട് ഫലമുണ്ടാകട്ടെ. താങ്കളുടെ വിഷൻ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം.